നമ്മൾ തനിച്ചാണോ? ബുദ്ധിപരമായ ജീവൻ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയിൽ അന്യഗ്രഹജീവികളുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ അന്വേഷണങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. പുരാതന ചിന്തകൾ മുതൽ ആധുനിക ശാസ്ത്രം വരെ അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുരാതനവും പാശ്ചാത്യവുമായ ചിന്തകളിൽ പോലുമുണ്ട്. ഈ വിഷയം പുരാതന ഇന്ത്യൻ പാശ്ചാത്യ ചിന്തകളിലെ തത്വചിന്താപരമായതും ദൈവശാസ്ത്രപരവുമായ വാദങ്ങളിലേക്ക് നീളുന്നു. തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ കാലക്രമേണ മാറിയിട്ടുണ്ട്. അത് പുരാതന തത്വചിന്തയിൽ നിന്ന് കൂടുതൽ സങ്കീർണമായ ടെലിസ്കോപ്പുകളിലേക്കും ബഹിരാകാശ പര്യവേഷണങ്ങളിലേക്കും എത്തി. തത്വചിന്തയും ദൈവശാസ്ത്രവും അന്യഗ്രഹജീവികളുടെ ചർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അരിസ്റ്റോട്ടലിന്റെ കാഴ്ചപ്പാടിൽ ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രമാണ്. ഒരൊറ്റ ലോകം മാത്രമേ ഉള്ളൂ, അതിനു പുറത്ത് ശൂന്യതയില്ല. 1277 നിരോധനം അരിസ്റ്റോട്ടലിന്റെ ആശയങ്ങളെ ചോദ്യം ചെയ്തു. മറ്റ് ലോകങ്ങൾ സൃഷ്ടിക്കാനുള്ള ദൈവത്തിന്റെ സർവ്വശക്തിയെ നിഷേധിക്കുന്നത് തെറ്റാണെന്ന് വാദിച്ചു. നിക്കോളാസ് ഓഫ് കുസ തന്റെ ഓഫ് ലേൺഡ് ഇഗ്നോറൻസ് എന്ന പുസ്തകത്തിൽ നിരവധി വാസയോഗ്യമായ ലോകങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിച്ചു. 17ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദൂരദർശിനിയുടെ കണ്ടുപിടുത്തം ഈ ആശയത്തിന് പുതിയ ഊർജ്ജം നൽകി. ഒരു നൂറ്റാണ്ടിനു ശേഷം കോപ്പർനിക്കസ് ഭൂമിയെ സ്വർഗ്ഗത്തിലേക്കുയർത്തി ഭൂമി സൂര്യനെ ചുറ്റുന്നുവെന്ന് വാദിച്ചു. അതോടെ ഭൂമി ഒരു ഗ്രഹമായി. ഭൂമിയിൽ ജീവനുണ്ടെങ്കിൽ മറ്റ് ഗ്രഹങ്ങളിലും ജീവനുണ്ടാകാൻ സാധ്യതയില്ലേ? ചന്ദ്രൻ പൂർണ്ണമായും ഗോളാകൃതിയിലല്ലെന്നും ഗർത്തങ്ങളും പർവ്വതങ്ങളുമുണ്ടെന്നും ദൂരദർശിനി വെളിപ്പെടുത്തി. ഇത് ഭൂമിയെപ്പോലെയാണെന്ന ധാരണ നൽകി. ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ മറ്റ് ലോകങ്ങളിലെ ജീവനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ ആകാംക്ഷ വർദ്ധിപ്പിച്ചു. ബെർണാഡ് ലെ ബോവിയർ ഡി ഫോണ്ടനെല്ലെ കൺവെർസേഷൻസ് ഓൺ ദ പ്ലൂറാലിറ്റി ഓഫ് വേൾഡ്സ് എന്ന തന്റെ പുസ്തകത്തിലൂടെ ഈ വിഷയത്തെ ജനകീയമാക്കി. സൗരയൂഥത്തിലെയും മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിലെയും ജീവികളെക്കുറിച്ച് അദ്ദേഹം ഊഹിച്ചു. എങ്കിലും രണ്ടാം ലോക മഹായുദ്ധം വരെ ഈ വാദങ്ങൾക്ക് അനുഭവപരമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള അന്വേഷണം ഇന്നും തുടരുന്നു, കൂടുതൽ സാങ്കേതിക വിദ്യകളോടെ.